നമസ്കാരം. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി UAE ഭരണകൂടം. പ്രധാനമന്ത്രി സഞ്ചരിച്ച എയർ ഇന്ത്യ 1 വിമാനത്തിന് UAE വ്യോമാതിർത്തിയിൽ അവരുടെ വ്യോമസേനയുടെ F-16 ബ്ലോക്ക് 60 ഡെസോൾട്ട് ഫാൽക്കൺ യുദ്ധവിമാനങ്ങൾ അകമ്പടിയേകി സുരക്ഷയൊരുക്കി. വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ UAE പ്രസിഡന്റും ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ഊഷ്മളമായി സ്വീകരിക്കുകയും ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുകയും ചെയ്തു. UAE നൽകിയ ഈ രാജകീയ വരവേൽപ്പിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഗൾഫ് കപ്പൽ ഗതാഗത പാതകളിലെ തടസ്സങ്ങളും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിച്ച ഊർജ്ജ വിലക്കയറ്റവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യമുള്ള 5 രാഷ്ട്രങ്ങളിലേക്കുള്ള മോദിയുടെ നയതന്ത്ര പര്യടനത്തിനാണ് ഇതോടെ തുടക്കമായിരിക്കുന്നത്. യൂറോപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് അവസാന നിമിഷമാണ് തന്ത്രപ്രധാന പങ്കാളിയായ UAE യാത്രാ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. മോദിയെ സൗഹൃദത്തിന്റെ സുപ്രധാന വ്യക്തിത്വം എന്നാണ് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി വിശേഷിപ്പിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി വളരുകയാണെന്ന് അവർ വ്യക്തമാക്കി. നേരത്തെ UAE പ്രസിഡന്റ് ന്യൂഡൽഹി സന്ദർശിച്ച വേളയിൽ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സമ്പദ്വ്യവസ്ഥ, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും കരാറുകൾ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. 3 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ഈ ഹ്രസ്വ സന്ദർശനത്തിനിടെ ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ലിക്വിഫൈഡ് പെട്രോളിയം, ഗ്യാസ്, സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എന്നീ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയും 7ാമത്തെ വലിയ നിക്ഷേപ സ്രോതസ്സുമാണ് UAE. വാദിനാറിൽ കപ്പൽ അറ്റകുറ്റപ്പണി ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചു. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ, RBL ബാങ്ക്, സമ്മാൻ ക്യാപിറ്റൽ എന്നിവയുമായി $5 ബില്യൺ നിക്ഷേപവും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാങ്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മോദിയുടെ ഈ UAE യാത്രയെന്നതും ശ്രദ്ധേയമാണ്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ധീരതയും വിവേകവും പ്രകടിപ്പിച്ചതിന് UAE ഭരണാധികാരിയെ അഭിനന്ദിക്കുകയും അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ ഒരു കുടുംബാംഗത്തെ പോലെ പരിപാലിക്കുന്നതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടുന്നുണ്ടെന്നും അതിനാൽ ഇന്ത്യ എപ്പോഴും ചർച്ചകൾക്കും നയതന്ത്രത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് എപ്പോഴും സ്വതന്ത്രവും തുറന്നതും സുരക്ഷിതവുമായിരിക്കണം എന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി UAEക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഇന്ത്യ അവർക്കൊപ്പം തോൾ ചേർന്ന് നിൽക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മെയ് 15 മുതൽ 20 വരെ നീണ്ടുനിൽക്കുന്ന ഈ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മോദി നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിക്കും. ഇതിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 43 വർഷത്തിനിടെ നോർവേ സന്ദർശിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾക്കൊപ്പം നരേന്ദ്രമോദിയും പങ്കെടുക്കും.